സലോഡ് കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പകൽക്കാലം നമ്മൾ വന്നിരിക്കുക. തുടർന്ന് 2 ആഴ്ചക്കാലം നമ്മൾ ദൈവസന്നിധാനത്തിൽ ഇരിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാണ്. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നതാ? ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അല്ലെ, ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാ? നിങ്ങളുടെ അറിവ് തന്നെ. ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരിക്കുക. അപ്പം നമുക്കൊരു ധാരണയുണ്ട്, ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഷുവറാണ്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയാണോ? നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഭക്ഷണം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നാൽ മറുപടി നിശ്ചയമായിട്ടും കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. കുറച്ചു പേരേ ഉള്ളൂ, കുറച്ചു പേർക്ക് ആ വിശ്വാസം ഇല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വചനം പറയുന്നു, എത്ര പട്ടിണി ഇരുന്നാലും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ വ്യവസ്ഥയുണ്ട്, അല്ലാതെ കിട്ടത്തില്ല. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ദൈവദാസന്മാർ പറഞ്ഞു, ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വാഗ്ദത്തങ്ങളെല്ലാം ഇങ്ങനെ കിടക്കുക, ഇങ്ങോട്ട് കയറി വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അതൊക്കെ പ്രാപിച്ചെടുക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. എന്നെ പഠിപ്പിച്ചതും ഞാൻ അറിഞ്ഞതായ കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ ഉപവസിച്ചാൽ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അധികം ഉപവസിക്കേണ്ട കാര്യമല്ല, ചിലപ്പോൾ 1-ാം ദിവസം തന്നെ മറുപടി കിട്ടിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയും വചനത്തിൽ കാണുന്നുണ്ട്. ദാനിയേലിനോട് അങ്ങനെയാ പറഞ്ഞു, നീ എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തി ഉപവാസം എടുത്ത ആദ്യ ദിവസം തന്നെ നിന്റെ മറുപടി ലഭിച്ച. പക്ഷെങ്കിൽ മറുപടിയും കൊണ്ട് വരാനായിട്ട് ദൂതൻ അവിടുന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ മറ്റൊരു ഫ്ലൈറ്റ് വന്ന് ഇടിച്ചു. ലൂസിഫറിന്റെ ഫ്ലൈറ്റ്. ദൈവത്തിന് നീയോടെ സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫലമായി ദൈവത്തിന് നീയോടെ സ്തോത്രം മറുപടി തരാൻ വിഷമമായി. പാർസി രാജ്യത്തെ പ്രഭു, പിശാചിൻ്റെ സാത്താന്യ ശക്തിയുടെ മറ്റൊരു പേരാണ്. അപ്പൊ ഈ ആകാശമണ്ഡലത്തിലാണ് അവൻ വസിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥന അങ്ങ് സ്വർഗത്തിലെത്തണമെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെ തടസ്സം ചെയ്ത് ഇങ്ങനെ നിപ്പുണ്ട്. അത് കവിഞ്ഞു പോകണമെങ്കിൽ അതുപോലെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ, അതുപോലുള്ള സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. അതുകൊണ്ട് ഈ പ്രാരംഭ ഉപവാസ പ്രാർത്ഥനയും ഹൃദയംഗമായി ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. ഹൃദയത്തിലൊന്ന് സമർപ്പിച്ച്, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, ഇപ്പോൾ എഴുന്നേറ്റ് സമർപ്പിക്കാൻ പറഞ്ഞാൽ ചിലർ സാക്ഷ്യം പറയും, പിന്നെ സമയം പോവും. സമർപ്പിക്കേണ്ടത് എന്നാ, സാക്ഷ്യം എന്നാന്ന് പലപ്പോഴും പലർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഹൃദയത്തിലൊന്ന് സമർപ്പിച്ച്, അവരവരെ ഒന്ന് സമർപ്പിച്ച്, നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹം. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവസനെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന സഭയ്ക്കൊരു വലിയ അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസനും ഒരു വലിയ ശക്തി ലഭിക്കണം. കുടുംബമായിട്ട് അവരെ ഉപയോഗിക്കണമേ. എല്ലാ ദൈവമക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് കടന്നു വരാതെ വിവിധ ഇടങ്ങളിലായിരിക്കും പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ പഠനത്തിന് വേണ്ടി പലയിടങ്ങളിൽ കടന്നു പോയിരിക്കുന്നു. അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യാത്രയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജോലിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളെ വിട്ട് ദൂരസ്ഥലങ്ങളിലായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിടുന്നു. ദൈവസേനയിൽ അവരെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്താൽ അവരെല്ലാം കഴുകണമേ. ഇന്ന് പകൽ അവരെല്ലാം ദൈവസേനയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്തദാസന്മാരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു.
ഈ സഭയെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും ഇന്ന് ദൈവസന്നിധാനത്തിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശത്രുവിൻ്റെ പോരുകൾ, വെല്ലുവിളികൾ, അതിനെല്ലാം ശാസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. റൂഢമാന അസിയാൽ ശമ്പർ കുടകാല അർദ്ധനി കടമനോട് സബാല ഘടക ശൈതരാത് ഹർദൽ കടകാൽ റൂഖലാമാല ശബാര ഘടക സൈതരാത് റീബൽ കുടകാൽ ശമ്പരോട് കർമ്മനാഥ സൈതർ കടകാൽ ദൂരാമാന സൈതരാത് റിബൽ കടകാൽ ഹർദമാന ഘടകലെ ശൈതരോടാല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഭക്തന്മാർ കർത്താവെ പ്രാർത്ഥിച്ചപ്പോൾ, പ്രൈസ് ഇടിവിൽ നിന്നപ്പോൾ അനർത്ഥങ്ങൾ ഒഴിഞ്ഞുപോയി, ഭാരങ്ങൾ മാറിപ്പോയി, ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഇടിവിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ കുടുംബങ്ങളിലും വെളിപ്പെടട്ടെ. തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങൾ മാറട്ടെ, സാത്താന്യ ശക്തികൾ പരാജയപ്പെടട്ടെ. യേശുവിൻ്റെ നാമം മഹത്വപ്പെടുക്കട്ടെ. കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളോട് ഇടപെടണമേ. ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച തീരുമാനമുള്ളവരായി അവിടുത്തെ വചനം വിട്ട് ഇടത്തോട്ട് വലത്തോട്ട് തിരിയാതെ അവിടുത്തെ ആലോചന പ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവത്തിൻ്റെ കരങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്ന കർത്താവ്, അവിടുത്തെ നാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വാക്യം നമുക്ക് വായിക്കാം. എസ്രായുടെ പുസ്തകം അതിൻ്റെ 8 അധ്യായത്തിൻ്റെ 21 വാക്യം. എസ്രായുടെ പുസ്തകം 8 അധ്യായം 21 വാക്യം. വായിച്ചോ. മതി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. അത് പ്രൈസ് ദി ലോർഡ് ഒരു ആറ്റിൻ്റെ അരികത്ത് വെച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടം ബാബേൽ പ്രവാസത്തിൽ നിന്ന് കടന്നു വന്ന എസ്രാ ശാസ്ത്രിക്കും മറ്റ് പുരോഹിതന്മാരും മറ്റുള്ള ജനങ്ങൾക്കും ഒക്കെയും ഒരു വലിയ പ്രയാസം നേരിട്ടു. അവർ വിചാരിച്ചു എല്ലാം അനുഗ്രഹമായിട്ട് തീരുമെന്ന് ചിന്തിച്ചാണ് അവർ ആലയം പണിയാനുള്ള വലിയ വാഞ്ചയോടുകൂടി അവർ വന്നത്. അവരുടെ ലക്ഷ്യം, അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ ആലയം പണിയണം. കാരണം നെബൂഖദ്നേസർ അതെല്ലാം തകർത്തു. എന്നാൽ മറ്റൊരു രാജാവ് വന്നപ്പോൾ, കോരിശ് വന്നപ്പോൾ അവർക്കത് അനുകൂലമായിട്ട് നിന്നതിൻ്റെ ഫലമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. 18 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് 8 അധ്യായത്തിന് 18 വാക്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നതിനാൽ. മതി, അത്രയും മതി. അപ്പോൾ പകൽ അവരവരൊന്ന് ചോദിക്കണം, ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാണോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിൽ കർത്താവ് പുതിയ നിയമത്തിൽ ചോദിക്കുന്നുണ്ട്, പ്രതികൂലമാര്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലകാലം. അപ്പോൾ പഴയ നിയമ ഭക്തന്മാർക്കും ഈ വിഷയം അറിയാം. ദൈവത്തിൻ്റെ കൈ അനുകൂലമല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഒരു കാര്യവും നടക്കത്തില്ല. ദൈവത്തിന് നീയോട് സ്തോത്രം ചെയ്യാം. അപ്പോൾ ദൈവത്തിൻ്റെ കൈ അനുകൂലമാക്കി തീർക്കുവാനുള്ള ദൈവത്തിന് സ്തോത്രം വഴിയാണ് എസ്രാ ശാസ്ത്രി അന്വേഷിച്ചപ്പോൾ എസ്രാ ശാസ്ത്രിക്ക് മനസ്സിലായി, രാജാവിനെ ഒന്നും ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കൈ അനുകൂലമാകത്തില്ല. ദേശാധിപതിമാരെയൊക്കെ ആശ്രയിച്ചാലും
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മന്ത്രിമാരെ ആശ്രയിച്ചാലും, ദൈവത്തിന് സ്വന്തം മന്ത്രിമാരെ പിടിച്ച് സ്റ്റേജിൽ ഇരുത്തിയാലും ഭരണം നടത്തുമ്പോൾ അവരവരുടെ റൂള് പാസ്സാക്കും. അതിനെതിരെ വല്ലതും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവിൻ്റെ കൈ അനുകൂലമല്ലെങ്കിൽ മറ്റേത് കൈ അനുകൂലമായി തീർന്നാലും ഒന്നും നടക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൈ അനുകൂലമാക്കി തീർക്കുന്നതിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഒരു ശുഭയാത്ര അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. 22-ാം വാക്യത്തിൽ ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായിരിക്കുന്നു എന്ന് രാജാവിനോട് പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അവനെ അന്വേഷിക്കുന്നവർക്ക് അത് അനുകൂലമാണ്, ഉപേക്ഷിക്കുന്നവർക്ക് പ്രതികൂലമാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലം. പിന്നെ എന്തിനാ ഞങ്ങൾ ഭയപ്പെടുന്നത്? അതുകൊണ്ട് രാജാവിനോട് അവര് പടയാളികളെയും മറ്റുള്ളവരെയും സഹായത്തിനൊന്നും അപേക്ഷിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. വഴിയിൽ ശത്രുക്കൾക്ക് തുണയായിരിക്കേണ്ടതിന് വേണ്ടി രാജാവിനോട് അവർ പടയാളികളെയും കുതിരച്ചേവകരെയും ചോദിപ്പാൻ ലജ്ജിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പൊ നമ്മളെ തന്നെ പരിശോധിക്കണം, ആ ലജ്ജയുണ്ടോ? ഇന്ന ആളിനോട് പറഞ്ഞാൽ കാര്യം സാധിക്കും, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നിന്നോട് സ്തോത്രം ചെയ്യാണ്. പക്ഷെ ദൈവത്തിൻ്റെ കൈ നമ്മുടെ കുടുംബത്തിൽ അനുകൂലമാണെങ്കിൽ നമുക്ക് വരുന്ന പ്രതികൂലത്തെ ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിൻ്റെ കൈ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് വരുന്ന ഏത് എതിർപ്പുകളെയും ഏത് പ്രയാസത്തെയും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമ്മൾക്ക് വേണ്ടി അത് തിരിച്ചു വിട്ടോളും. ദൈവത്തിൻ്റെ കരം നമ്മളെ തടഞ്ഞു നിർത്തിക്കോളും. ഹല്ലേലൂയ. ആ ഉറപ്പ് എസ്രാ ശാസ്ത്രിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാജാവിനോട് ചോദിച്ചാൽ രാജാവ് പടയാളികളെ കൊടുക്കും, കുതിരച്ചേവരെ കൊടുക്കും. ഇതെല്ലാം രാജാവ് ചെയ്യും. അത് എസ്രായിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നാൽ ഇതൊന്നും ചോദിക്കുന്നില്ല. കാരണം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ളതായിരിക്കുന്ന ധൈര്യം ഇന്ന് പകൽ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ രോഗിയായി തീർന്നു, ഞാൻ ഭാരമുള്ളവളായി തീർന്നു, ഞാൻ വേദന അനുഭവിക്കുന്നു, ഇന്ന വിഷയത്തിന് ഞാൻ ഭാരപ്പെടുകയാണ്, നിരാശപ്പെടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിമയായി തീരരുത്. ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് രോഗത്തെ, ഏത് പ്രതികൂലത്തെയും, ജീവിതത്തിന് നേരെ കടന്നു വരുന്ന ഏത് വെല്ലുവിളികളെയും, അത് തലമുറയുടെ ആണെങ്കിലും കൊള്ളാം, പ്രൈസ് ദി ലോർഡ്, തടസ്സമായി നിൽക്കുന്ന ഏത് വഴികളെയും ആ തടസ്സങ്ങളെ മാറ്റി നമുക്ക് അനുകൂലമായിട്ട് തിരിച്ച് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിവുണ്ട്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അത് അവരവരെ ഏറ്റെടുക്കണം. ഇവിടെ എസ്രാ അത് ഏറ്റെടുത്തു. കൂടെ വരുന്ന ജനത്തോട് എസ്രാ ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. അവരെയൊക്കെ എസ്രാ ധൈര്യപ്പെടുത്തുക. അപ്പം കൂടെ വരുന്ന ജനത്തിനൊക്കെയും ഉറപ്പ് ഉണ്ടാകണമെങ്കിൽ നേതൃത്വം, അതെ, മുമ്പിൽ നിൽക്കുന്നവര് അടിയുറച്ച വിശ്വാസത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ പിതാവ് വിശ്വാസത്തിൽ ഉറപ്പുള്ളവനായിരിക്കണം, മാതാവ് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമേ ഭവനത്തിലുള്ളവർക്ക് ഉറപ്പ് പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ക്ഷീണിച്ചു പോയാൽ, നാം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഭാരപ്പെടുന്നവരാണെങ്കിൽ, വിഷയങ്ങളുടെ മധ്യത്തിൽ തകർന്നിരിക്കുന്നവരാണെങ്കിൽ ഭവനത്തിലുള്ളവരും തകർന്നു പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ നെഹമ്യാവിൻ്റെ കാലത്ത് അവർ അന്യോന്യം ധൈര്യപ്പെടുത്തണം. അപ്പൊ അന്യോന്യം ധൈര്യപ്പെടുത്തണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഭർത്താവ് ക്ഷീണിക്കുമ്പോൾ ഭാര്യ ധൈര്യപ്പെടുത്തണം, ഭാര്യ ക്ഷീണിക്കുമ്പോൾ ഭർത്താവ് ധൈര്യപ്പെടുത്തണം. ഇത് രണ്ടും ക്ഷീണിച്ചു കഴിഞ്ഞാൽ ആ പാടെ കുഴപ്പമാണ്. പിന്നെ ഏത് പ്രവാചകനെ വരുത്തിയാലും ഒരു രക്ഷയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അവര് മനസ്സിൽ ഇപ്പൊ ഇതൊക്കെ എത്ര കേട്ടതാ. ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊന്നും
വരുന്നില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ആരും നമ്മുടെ അടുക്കൽ വന്നില്ലെങ്കിലും, ആരും പ്രൈസ് അയച്ചു വരണ്ട. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമാണെങ്കിൽ മുൻപിലുള്ള ഏത് ദുഷ്ടശക്തികളെയും തകർത്തിട്ട് അതിൻ്റെ നടുവിൽ വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. ഭക്തന്മാരുടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി അനുഭവിച്ച വ്യക്തികളാ ഈ ദൈവമക്കൾ. അവർക്കറിയാം അന്ന് പിതാക്കന്മാരുടെ മുമ്പിൽ വന്ന പ്രതികൂലങ്ങളെ അവരെങ്ങനെ ജയിച്ചുവെന്ന്. ദൈവത്തിന് സ്തോത്രം അനുഭവിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച്, അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. നോക്കുക, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇന്ന് ധൈര്യമുണ്ടോ? ഈ 2 ആഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ആ ഉറപ്പോടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കണം, ഇന്ന് പകൽ ഉറക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഉപവസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവം പ്രൈസ് ദി ലോർഡ് എൻ്റെ പ്രാർത്ഥന കേൾക്കും, എനിക്ക് മറുപടി കിട്ടും. സാത്താൻ ചെവി പറഞ്ഞേക്കാം നോ എന്ന് പറഞ്ഞേക്കാം, തിരിച്ചു പറയണം യേസ് എന്ന്. ദൈവത്തിന് സ്തോത്രം. പിന്നെയും പറയും നോ എന്ന് പറയും. പക്ഷെ നമ്മൾ തിരിച്ചു പറയണം. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അതുപോലെ നടക്കത്തുള്ളൂ. ഹൃദയത്തിൽ എന്ത് ചിന്തിക്കുന്നോ അതും പ്രകാരം മാത്രമേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ദൈവം നടത്തും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ദൈവം എനിക്ക് ഉറപ്പ് തരും. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് വിടുതൽ തരും, എൻ്റെ കാര്യത്തിന് നീക്കുപോക്ക് നൽകി തരും. പ്രൈസ്. ഡോക്ടർക്ക് മാറ്റാൻ മേലാത്ത രോഗത്തെ യേശു സൗഖ്യം ും ഡോക്ടർക്ക് മാറ്റാൻ മേലാത്ത വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ മേലെ ഹൃദയം ക്ഷീണിക്കരുത്. ഉറപ്പ് പ്രാപിക്കണം, ഉറപ്പ് പ്രാപിക്കണം. നാം ധൈര്യം പ്രാപിക്കണം. ഇവിടെയുള്ള ദൈവമക്കൾ വെറും പാവങ്ങളാ. അവർക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല. ഹല്ലേലൂയ. അവർ രാജാവിനോട് പടയാളികളെ കുതിരിച്ചവരെ ഒന്നും ചോദിക്കുന്നില്ല, ഒരു സഹായവും അവർ ചോദിക്കുക. അപ്പോൾ മറ്റുള്ളവരിൽ ആശ്രയിക്കരുത്, മറ്റുള്ളവരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ പറയാം, അതല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാൻ. അവർ പ്രാർത്ഥിച്ചുകൊള്ളുമല്ലോ, ഞാനൊന്നും അറിയണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ മുറിവുള്ളത്, നിന്റെ ഹൃദയത്തിലെ വേദനയുള്ളത്, ആ വേദനയ്ക്ക് നാം പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് അതിനുള്ളൊരു മറുപടി ലഭിക്കത്തുള്ളൂ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിട്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാതെ പറ്റുമോ? കുരി കഴിയണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് മുട്ടുമടക്കാൻ മതി. ആ ഉറപ്പ് ഹൃദയത്തിൽ പ്രാപിച്ചെടുക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഹല്ലേലൂയ. എസ്രായിക്ക് ആ ഉറപ്പതായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും മറുപടി കിട്ടും എന്ന് രാജാവിന് മുമ്പിൽ തെളിയിക്കണം. അതാ എസ്രാ ധൈര്യപ്പെട്ടത്. രാജാവിൻ്റെ മുമ്പിൽ തെളിയിക്കണം, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ് എന്ന് തെളിയിക്കണമെങ്കിൽ ആ ഉറപ്പോടുകൂടി എസ്രാ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ നമ്മുടെ ഉറപ്പ് എങ്ങനെ ഇരിക്കുന്നു അവരവരൊന്ന് പരിശോധിച്ചേ. ആരും വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എസ്രാ, ഹല്ലേലൂയ, മറ്റുള്ളവരൊന്നും ആശ്രയിക്കാതെ, അവരുടേതായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും നോക്കാതെ ഒരു തീരുമാനമെടുത്തു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞു കുട്ടികളെ ഹല്ലേലൂയ കടന്നു വന്ന എല്ലാവരെയും ആ ആറ്റിന്റെ തീരത്ത് വെച്ച് എസ്രാ പറയാണ്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കണം, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാൻ പോകുക. എന്റെ സഭയ്ക്കകത്ത് വിടുതൽ നടക്കാൻ പോകുക. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ പോകുക. ശീവരാബാധ ഒരു ഹൃദയം വരാൻ പോകുക, ഐക്യത വരാൻ പോകുക. അതിനെതിരായി വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തകർന്നു മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിത്രിപ്പിക്കുന്ന ദുഷ്ടന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ
ശാസിക്കുകയാണ്. ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് ചിലത് ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചില മതിലുകൾ ഇടിഞ്ഞേ പറ്റത്തുള്ളൂ, ചില വേലികൾ പൊളിച്ചേ പറ്റത്തുള്ളൂ. നിന്നെ വെല്ലുവിളിക്കുന്ന ചില കല്ലുകൾ ഉണ്ടല്ലോ, ഇന്ന് പകൽ ഉരുണ്ടു മാറണം. അതിനിന്ന് ദൂതന്മാരെ ദൈവം ഇറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിന് നടുവിൽ സ്വർഗീയ ദൂതൻ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയ ചങ്ങലകൾ പൊട്ടും, വാതിലുകൾ തുറക്കപ്പെടും, പൂട്ടപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും, ബന്ധനങ്ങൾ അവിടെ അഴിഞ്ഞു വീഴും. ഈ പകൽക്കാലം അത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവീയ സമർപ്പണത്തിന് മുമ്പിൽ ചില കല്ലുകൾ, ഹല്ലേലൂയ, ആരും ഉരുട്ടി മാറ്റുമെന്ന് ചോദിക്കുന്ന ചില കല്ലുകൾ ഇന്ന് പകൽ ദൂതൻ ഇറങ്ങി അത് ഉരുട്ടി മാറ്റട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രൈസ് ദി ലോർഡ് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന് നിന്നോട് സ്തോത്രം ചെയ്യാണ്. നിങ്ങൾ എന്നോടൊപ്പം വരണം. നിങ്ങളെക്കാട്ടിലൊക്കെ ക്ഷീണിതനെയാണ്. 2 ആഴ്ചയായിട്ട് ഭയങ്കര അധ്വാനം. പാസ്റ്റർമാർക്കുള്ളതാ. വേഗം പൊങ്ങുമ്പോൾ പോയേ പറ്റത്തുള്ളൂ. എല്ലാവരും മൗനമായി പോയില്ല. അത് പറയുന്നതന്നെ അതാ ഞങ്ങൾ ഭാഷ ആകാത്തത്. പിന്നെ പോകണ്ടല്ലോ, വീട്ടിൽ ഇരുന്നാൽ പോരെ. മനസ്സിലായില്ലേ? നേരിട്ട് വന്ന് ചോദിച്ചു. അല്ലെ ഈ കത്തുകാസന്മാരോട് വരും, എങ്ങനെ ഈ മേഘം പോകുന്നത് ഞങ്ങൾക്കും അറിയാൻ മേല. അത് തമ്പുരാന്റെ കയ്യിൽ അതിൻ്റെ കീ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എവിടെ പോയി പാർത്താലും മോശയോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, മേഘം പൊങ്ങുമ്പോൾ പൊക്കോണം. അപ്പൊ ഒരുത്തം വന്നിട്ട് പറയാം, ഞാൻ എന്ത് പരിശ്രമിച്ച ഈ കൂടാരത്തിന്റെ കുറ്റി അടിച്ച് താർത്തെന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാര്യയ്ക്ക് നീളമില്ല അഞ്ഞിട്ട് ഞാൻ ജോയിച്ചിന്റെ വീട്ടിൽ പോയി വലിയ ഭാര്യ എടുത്തു. അതുകൊണ്ട് കുത്തി 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 എൻ്റെ ചങ്ക് കലങ്ങിയ ഞാൻ ഈ കൂടാരത്തിന്റെ കുറ്റി താത്തടിച്ചത്. മനസ്സിലായോ? ഇനി അത് വലിച്ചു പോക്കണം. എൻ്റെ മോശയെ ഞാനില്ലെന്ന് പറയാൻ പറ്റൂ. എത്ര താത്താലും നീ പൊക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നീ ഇവിടെ നിന്റെ ജീവിതം ഈ മണ്ണിൽ ഉറപ്പിക്കരുത്, ഈ ലോകത്തിൽ ഉറപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് പോകാനുള്ളവരായതുകൊണ്ട് ദൈവത്തിന്റെ വൈതലെ ഉറപ്പിക്കരുത്, ഒന്നിലും ഉറപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്ന് പറന്നു പോയിക്കോണം. നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ TG ഉമ്മച്ചനെ അറിയാമല്ലോ. തീരെ മെലിഞ്ഞ ആള്. കണ്ടിട്ട് പോലും ഇല്ലാത്ത പോലെ നിങ്ങളുടെ നോട്ടം ദൈവത്തിന് കണ്ടിട്ടുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. TG ഉമ്മച്ചൻ ഇത്രയും മണോ, അതുപോലെ കനഗംഭീരമായ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ ദൈവദാസന്മാരൊക്കെ മൺമറഞ്ഞു പോയി. അല്ലെങ്കിൽ IPC ഒന്നും അനങ്ങത്തില്ലായിരുന്നു. ഇരിയട്ട അവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കും, മിണ്ടരുന്ന് പറഞ്ഞാൽ മിണ്ടത്തില്ല. അതുവഴി ഇതുവഴിയൊന്നും കുമ്പനാട് കൺവെൻഷന് കറങ്ങി നടക്കത്തില്ല. ഒരു വിളി വിളിച്ചാൽ മതി, എല്ലാം പന്തലിൽ കയറും. അത്ര സിംഹഗർജനമുള്ളത് അയ്യോദാസൻ നിത്യതയെ പോയി. അപ്പം അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ കുരുമുളക് കൊടിയാകരുത് എന്ന് പറഞ്ഞാൽ കുരുമുളക് ചെടി കണ്ടിട്ടുണ്ടോ കയറിപ്പോകുന്നത്? അതും കണ്ടിട്ടില്ലേ? ദൈവമേ, നെടുമ്പറ സഭയിലുള്ള കുരുമുളക് ചെടി ഞങ്ങളുടെ നാട്ടിലോട്ട് പോവാ, ഇഷ്ടം പോലെ കുരുമുളക് ചെടിയുണ്ട്. അതിനെ അങ്ങോട്ട് കയറ്റിവിടും. വലിയ തെങ്ങിൻ്റെ ഒക്കെ കുരുമുളക് കൃഷി ഉള്ളവരുണ്ട് അവിടെയൊക്കെ. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാമല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പൈസ ആളുകൊണ്ട് കുരുമുളക് മേടിക്കുകയല്ലേ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പം ഈ കുരുമുളക് ചെടി ഇതിനോ ഈ തെങ്ങിനോടോ പനയോടോ ഏതിനോടെങ്കിലും കയറ്റിവിട്ടാൽ അത് പറ്റി പിടിക്കും. വലിച്ചാൽ ചിലപ്പോൾ പകുതി മുറിഞ്ഞു പോകും, മുഴുവൻ വരുത്തില്ല. പക്ഷെ വെറ്റിലക്കൊടിയാണല്ലോ, താഴെ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി, പുള്ളിക്കാരൻ നേരെ താഴെ നമ്മുടെ കയ്യിലാവും. അപ്പം അദ്ദേഹം പറഞ്ഞു വന്നത്, നിങ്ങൾ വെറ്റിലക്കൊടി പോലെ ആയിരിക്കണം, കുരുമുളക് വള്ളി പോലെ ആകരുതെന്ന്. കേട്ടോ? അപ്പം അങ്ങനെ ആകരുതെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറയാം, അങ്ങനെ ആകരുതെന്ന്. എപ്പോൾ വിളിച്ചാലും പൊക്കോണം, വേരുറപ്പിക്കരുതെന്ന് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും വേരുറപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞാൽ പോകണ്ട. പോകാതെ നിന്നാൽ എതിർ ക്രിസ്തുവിനെ കാണാം, 666 കാണാം, ചിപ്പ് കാണാം,
ദൈവത്തിൻ്റെ സ്തോത്രം. എന്തെല്ലാം കാണാമെന്നറിയാമോ? ഇതെല്ലാം കാണണമെങ്കിൽ പോകാതെ നിന്നാൽ മതി. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാണ്. പക്ഷെ അതോടൊപ്പം ചില ഉപദ്രവങ്ങളുടെ വരും, ചില പ്രയാസങ്ങളുടെ വരും. ഇപ്പം തന്നെ ബാധ തുടങ്ങിയിരിക്കുക, നിപ്പയൊക്കെ തീർന്നു പോയിരിക്കായിരുന്നു. അപ്പം മേളിൽ നിന്ന് കർത്താവ് വവ്വാലിനോട് പറഞ്ഞു ഒന്നും കൂടെ ഒന്ന് കറങ്ങാൻ. ഇങ്ങോട്ട് കറങ്ങുന്നില്ല. ദൈവത്തിൻ്റെ കരുണ. നെടുമ്പറ സഭ ഇവിടെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, കറങ്ങിയപ്പോൾ അവർ കണ്ടുപിടിച്ചത് വാവലിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വരുന്നതെന്ന്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാൽ എന്തെല്ലാം വൈറസുകളാണ് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്കെല്ലാം ഇത് മുന്നറിയിപ്പുകളാണ്. നാം അതുപോലെ പ്രാർത്ഥിച്ചും ഉപവസിച്ചും നിന്നെങ്കിൽ മാത്രമേ ഈ ബാധകളൊക്കെ ഒഴിഞ്ഞു പോകത്തുള്ളൂ. ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകണമെങ്കിൽ സദാസമയം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണ് വചനം പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ്. അപ്പം നിങ്ങൾ ശക്തമായി എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. 2 ആഴ്ചത്തെ ക്ഷീണമുണ്ട്, മേഘം പൊങ്ങിക്കൊണ്ട് പോക്കാതിരിക്കാൻ പറ്റൂ. പക്ഷെ എനിക്കറിഞ്ഞുകൂടെ, ദൈവം എനിക്കൊരു പ്രത്യേക ബലം തന്നു. പ്രൈസ് ദി ലോർഡ്. കൂടെ ഉള്ളവർ അല്പം ബലഹീന, സ്ത്രീജനം ബലഹീന പാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. പക്ഷെ എന്നെ ചെയ്യാനാ വചനം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അതുകൊണ്ട് പ്രൈസ് എന്നോട് ചോദിച്ച് ഇതൊക്കെ എങ്ങനെ പൊക്കിയെടുക്കുന്നത്? ഞാനും ചോദിക്കുക, ഇത് എനിക്കറിഞ്ഞുകൂടാ. അതാ ഈ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. അപ്പൊ ദൈവത്തിൻ്റെ ശക്തി ഒരാളുടെ മേൽ വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനോട് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, രണ്ടാമത്തെ കാര്യം ഒന്നുകൂടെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, ദാനിയേൽ പറയുന്ന ഒരു വാക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ ഗുഹയിലിടാനായിട്ട് ചില പാർട്ടികളെല്ലാം കൂടെ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ ആദ്യം കാണുന്ന 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നതുകൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അയ്യോ, ഇത്രയും സാക്ഷ്യമുള്ള ഒരാള്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ദൈവജനത്തിൽ ദാനിയേലിനെ മാത്രമേ കാണാൻ പറ്റൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദാനിയേലിനോട് അസൂയ തോന്നി. ദാനിയേൽ പ്രധാന ദേശാധിപതിമാരിൽ 120 പേരുള്ളതിൽ 3 പേരെ തെരഞ്ഞെടുത്തതിൽ ഒരാൾ ദാനിയേൽ. അപ്പോൾ പ്രൈസ് ഇസ്രായേൽ ആയതുകൊണ്ട്, ഇസ്രായേലിനായതുകൊണ്ടും ബാബേൽ സംസാരത്തെ അധ്യക്ഷന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫലമായി അസൂയ തുടങ്ങി. വേറൊന്നുമില്ല. അപ്പോൾ അവർ നോക്കിയിട്ട് ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇപ്പൊ പിശാച് എന്നതാ അന്വേഷിക്കുന്നത്? കുറ്റം വല്ലതും ഉണ്ടോന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അടുത്തിരിക്കുന്ന ആളെ നോക്കുന്നതന്നെ, ഇവളിൽ വല്ല കുറ്റമുണ്ടോ, ഇവനിൽ വല്ല കുറ്റമുണ്ടോ, അതിന് കിണഞ്ഞു പരിശ്രമിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ ഇവിടെ ദാനിയേലിൽ അവർ പരമാവധി ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സയന്റിഫിക് പരീക്ഷണശാലയിലൊക്കെ കൊണ്ടുപോയി ദാനിയേലിനെ പരിശോധിച്ച് നോക്കുക. അവർ എന്നൊക്കെ കുഴൽ വെച്ച് പരിശോധിക്കാവോ അതെല്ലാം വെച്ച് പരിശോധിച്ച് നോക്കി, ഒന്നും കണ്ടെത്തുന്നു. നോ സ്പോട്ട്. ഒരു പ്രൈസ് ദി ലോർഡ്, ഒരു കുറവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഞാൻ പറയുന്ന ഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്താ ഒരു ഹല്ലേലൂയ പറഞ്ഞു? ഉറങ്ങരുത്, പറയുന്ന കേട്ടണം. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇപ്പം വലിയ ഒരു വിടുതലിന്റെ ശുശ്രൂഷ ഇവിടെ ചെയ്താലുണ്ടല്ലോ, നിങ്ങളെല്ലാം കൈ അടിച്ച് തകർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിത് ഇച്ചിരി പഠിപ്പിക്കുക. ഇതും വേണം. പ്രൈസ് ദി ലോർഡ്. അവസാനം ഉപ്പ് നോക്കാനുള്ളത് ഞാൻ തരും. ഇതും വേണം. ഇതും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദാനിയേലിനെ കുറ്റം കണ്ടെത്താൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല.
ഒരു കാര്യം പറ്റത്തില്ല. ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുറ്റം കണ്ടെത്തും. എല്ലാവരും മൗനമായിപ്പോലും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഭയങ്കര മിടുക്കര, ഓവർ സ്മാർട്ടാ. ദൈവത്തിന് നമ്മുടെ സ്തോത്രം ചെയ്യാണ്. അത് പോട്ടെ. അപ്പോൾ ഒരു കുറ്റം അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ അവർ നോക്കിയപ്പോഴത്തേന് ഇവൻ ഇസ്രായേലുകാരൻ്റെ ഇവൻ 3 നേരം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇതേ അവർ കണ്ടെത്തിയ കുറ്റം. അപ്പോൾ അന്നത്തെ കാലത്ത് ഭരിക്കുന്ന രാജാവിനെ ദൈവമായിട്ട് അംഗീകരിച്ച് രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള നിയമമൊക്കെ അന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുമെന്നുള്ള നിയമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങളുടെ സ്തോത്രം ചെയ്യാണ്. ദാര്യാവേശ് അത്രയ്ക്കൊന്നും കഠിനമായ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. അത്രയും പ്രിൻസിപ്പിളൊന്നും ദാര്യാവേശിനില്ലായിരുന്നു. ദാര്യാവേശിന് ദാനിയനെ നന്നായിട്ട് മനസ്സിലായി. വിശ്വസ്തനാണെന്ന് കണ്ടതുകൊണ്ടല്ലേ അവനെ അധ്യക്ഷനാക്കിയത്. നന്നായിട്ട് മനസ്സിലാക്കി ഈ വ്യക്തി കൂടെ ദേശത്തിന് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ അസൂയ പിടിച്ചു. അസൂയയെക്കുറിച്ച് പറയുന്ന ആഭിചാരം പോലെയാണ്. അപ്പം പെന്തക്കോസ്തുകാര് എന്തുമാത്രം ആഭിചാരം ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ചോ. നിങ്ങൾ മൗനമായിട്ടിരിക്കുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. എല്ലാവരുമല്ല, ചിലരെ കാണുമ്പോൾ അസൂയ തോന്നും. അവൻ്റെ ഒരു നടപ്പ് കണ്ടില്ലേ, അവൻ്റെ ഒരു ആരാധന കണ്ടില്ലേ, അവൻ്റെ കൈയടി കണ്ടില്ലേ, അത് പോരാഞ്ഞിട്ട് അവൻ്റെ പാട്ട് കേട്ടില്ലേ, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ പ്രസംഗം കേട്ടില്ലേ. ഇവനെ ആരാടാ സ്റ്റേജിൽ കയറ്റുന്നത്? ഒന്നുമില്ല, ഉള്ളി തൊലിക്കുന്ന പോലെയുള്ളൂ, ഒരു കാര്യവുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്, ഇതൊന്നും നടക്കുന്നില്ല. എന്നാൽ ഈ പാർട്ടിയെക്കുറിച്ച് അങ്ങ് അസൂയ. അത് പിന്നെ അസൂയ അങ്ങോട്ട് ഹൃദയത്തിൽ കയറി കയറി വചനം പറയുന്നത് അസ്ഥികൾക്ക് വേദന ഉണ്ടാകും. അപ്പൊ അസ്ഥികൾക്ക് വേദനയുണ്ട്, ഇടയ്ക്കൊന്ന് പരിശോധിക്കണം. എന്നെ എൻ്റെ അസ്ഥിയുടെ വേദനകൾ കാണണം. ഇവര് ചിരിക്കുന്നതുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഭാഷ അത് കണ്ടുപിടിച്ചല്ലോ എന്നാണ് പറയുന്നത്. വചന പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സദൃശവാക്യ പുസ്തകം വീട്ടിൽ പോയിരുന്ന് ഹോംവർക്ക് ചെയ്താൽ മതി, കണ്ടുപിടിക്കാം. ഈ രോഗം, ഇങ്ങനെയുള്ള അസൂയകള്, പിണക്കങ്ങള്, വൈരാഗ്യങ്ങള്, ഇതൊക്കെയാ 99% രോഗത്തിന്റെ കാരണം. അല്ല വേറൊന്നും. ഡോക്ടർ പ്രൈസ് ദി ലോർഡ് എന്തൊക്കെ പരിശോധിച്ചാലും, MRI സ്കാൻ എടുത്താലും പറയും ഒന്നുമില്ലെന്ന്. എന്നിട്ടും പറയും ഡോക്ടർ അത് പോരാ, വേറെ സ്കാൻ വല്ലതും ഉണ്ടോ? കാരണം ഈ പുള്ളിക്ക് വയ്യ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. എന്തെല്ലാം. അപ്പോൾ ഡോക്ടറിനറിയാം പൈസ കിട്ടുമെന്ന്. അപ്പോൾ ഡോക്ടർ അടുത്ത സ്കാൻ എടുത്തു. പിന്നത്തെ സ്കാനിൻ്റെ പേരൊന്നും എനിക്കറിയാൻ മേല. അങ്ങനെ എല്ലാം പറഞ്ഞ് മേടിക്കാവുന്നിടത്തോളം മേടിച്ചിട്ട് പറയും ഈ ഡോക്ടർ കൊള്ളത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ബുദ്ധിമതിയായ ഭാര്യ പറയും, എൻ്റെ അച്ഛാ ഈ വിഷയം വിട്, ചായന് ഒരു രോഗവുമില്ല. ചായന് ഈ പിണക്കവും വൈരാഗ്യവും അസൂയവും തിരിച്ചു ഭാര്യമാരോടും പറയുക കേട്ടോ, വിട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, നല്ലതാ. ഞാൻ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ തന്നെ ഇത് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങോട്ട് പ്രാർത്ഥന പോകണമെങ്കിൽ ഇതൊന്നും ഇവിടെ കാണരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുന്ന് അങ്ങോട്ട് പ്രാർത്ഥന ചെല്ലണമെങ്കിൽ മറ്റവൻ ഇരിക്കുക. അപ്പൊ മറ്റവൻ അങ്ങോട്ട് യേശുവിനോട് പറയാ, ഈ പാർട്ടി ഭയങ്കര അസൂയ, ഇന്നും ഞാൻ കണ്ടേച്ചാ വന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന കർത്താവ് മാത്രമേ കേൾക്കുന്നുള്ളത്. ഇവനും കേട്ടോണ്ടിരിക്കുക. രാപ്പകൽ കുറ്റം ചുമത്തേണ്ടതിന് അപവാദിയായി പിശാച് ദൈവസന്നിധിയിലാ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്ക്, ഒരു കുറ്റവും പറയാനില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോൻ സിംഹത്തിന്റെ വായ് വലിച്ചു കീറി. ഇവിടെ ഒരാൾ സിംഹത്തിന്റെ വായ് അടച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 2 വ്യക്തികളാ. ഒന്ന് വലിച്ചു കീറുന്ന ശക്തി, ഒന്ന് പ്രൈസ് ദി ലോർഡ്
കൈ ചൂണ്ടി പറഞ്ഞാൽ മതി. ദൂതം വന്നിട്ട് പറഞ്ഞു, ഒരെണ്ണവും മിണ്ടരുത്, നാളെ നിങ്ങൾക്ക് നല്ല സൂപ്പർ ഫുഡ് തരാം, ഇന്ന് രാത്രി ആരും മിണ്ടരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അന്ന് രാത്രി ദാനിയേൽ ഉറങ്ങിയോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും സിംഹത്തിൻ്റെ കൂടെ ഉറങ്ങാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ 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 സംഭവം തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം ഈ സിംഹങ്ങളുടെ സ്വഭാവം മാറി. ഒറ്റ രാത്രി കൊണ്ട് സിംഹങ്ങളുടെ സ്വഭാവം മാറി. പിറ്റേ ദിവസം ദാനിയേലിനെതിരായി പറഞ്ഞവരെല്ലാം സിംഹത്തിൻ്റെ ഗുഹയിലിട്ടു. ആ മൗനമായിരുന്ന സിംഹങ്ങളെല്ലാം അലറി ചാടി ഇവന്മാരെല്ലാം പൊട്ടിച്ചു. ഇപ്പൊ ദൈവം വിചാരിച്ചാൽ മൗനമാക്കേണ്ടതിനെ മൗനമാക്കാം. പ്രൈസ്. നിനക്കെതിരെ പൊരുതുന്ന ഏത് ദുഷ്ടശക്തിയാണേലും, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് അലറി വരുന്ന ഏത് പ്രതികൂല ശക്തികളെയും പ്രൈസലോ അടക്കേണ്ടിടത്ത് അടക്കി നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിവുണ്ട്. പ്രൈസലോ. തിരമാലകളെ അടക്കാൻ അവന് കഴിവുണ്ട്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ അവന് കഴിവുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഭാരപ്പെടുത്തുന്ന ക്ഷീണിപ്പിക്കുന്ന വിഷയങ്ങൾ കയറി വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്കെതിരെ വരുന്ന വിഷയങ്ങൾക്ക് അതിരിട്ട് നിർത്തി അതിനെ അടക്കുന്ന അസ്മാലഘടക ശൈതനവിടാണ് ഇന്ന് പകൽ വിശ്വസിച്ച ചില വിഷയങ്ങൾ ദൈവം അടക്കാൻ പോകുക. ഹാലോരിയ. നിനക്കെതിരെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ഹാലോരി ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്ന കടഭാരങ്ങളായിരിക്കാം, രോഗമായിരിക്കാം, പ്രതികൂല ശക്തികളായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ആ വിചാര ബന്ധനങ്ങളെ അടക്കുന്ന ദൈവം പ്രൈസ് ദി ലോർഡ്. ഹാലോരിയ. എല്ലാ രോഗത്തെ അടക്കിക്കൊണ്ട് നിനക്ക് ആരോഗ്യവും ബലവും രോഗശാന്തിയും തരുന്നവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവൻ ഏറ്റെടുക്കും. ഹല്ലേലൂയ. ദൈവത്തിന് നീയോടെ സ്തോത്രം ചെയ്യാണ്. ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതും കൂടെ വായിച്ചിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അടുത്ത പേജ് കാണുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അതിൻ്റെ 20-ാം വാക്യം മുതൽ വായിക്കും. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാരിയാവേശ് നേരം വെളുത്ത് ബദ്ധപ്പാടോടെ സിംഹത്തിൻ ഗുഹയുടെ അരികെ ചെന്നപ്പോൾ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. അപ്പോൾ ദാനിയേലിന്റെ ശബ്ദം രാജാവ് കേട്ടു. എന്നിട്ട് പറയാം, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവത്തിന് പ്രാപ്തിയുണ്ടോ? നിങ്ങൾ പറയും, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങളുടെ മുഖം കണ്ടിട്ട് എൻ്റെ ഭാഷയെന്ന എൻ്റെ ദൈവത്തിന് പ്രാപ്തിയൊന്നുമില്ല. അല്ലെ ഞാനിവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഭവിക്കുന്ന വേദന അറിയാവും. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. കുഞ്ഞോളാൻറ്റി മറ്റേ ആൻറ്റിയോട് പറയാ, ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നു. രണ്ടും കുഞ്ഞുമോള ഇവിടെ കേൾക്ക്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അതുകൊണ്ട് ഇനിയും രണ്ടുപേരും വലിയ ആളാകണം. ഈ കുഞ്ഞു മാറിയിട്ട് ശക്തരാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ചോദിക്കുക, പ്രാപ്തനായോ എന്ന്. ആരാ ചോദിക്കുക? 120 രാജ്യങ്ങളുടെ ഉടമയായ രാജാവ് വന്നിട്ട് ചോദിക്കുകയാണ്, എടാ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ഇത്രയും പ്രാപ്തിയില്ലല്ലോ സിംഹത്തിന്റെ വായൊക്കെ അടയ്ക്കാൻ. പ്രൈസ് ദി ലോർഡ്. 1-2 സിംഹമല്ല, കുറേയേറെ സിംഹങ്ങളുണ്ട്. ഒറ്റ രാത്രി സിംഹങ്ങൾ രാത്രിയിൽ അലറുന്നത്, രാത്രിയിൽ അവ ഇര തേടി പോകുന്നത്. അവ ഓടിയൊന്നും പോകത്തില്ല, നിൽക്കുന്നിടത്ത് നിന്ന് ഒറ്റ അലർച്ച. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, മൃഗങ്ങളെല്ലാം ഓടും. അതിന് വേണ്ടിയത് അതിൻ്റെ മുമ്പിൽ തന്നെ വരും. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കൃപയാണ് അതിന്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അപ്പോൾ അന്ന് രാത്രി നോ സൗണ്ട്, ഒന്നുമില്ല.
എന്നും ബാബേൽ സിംഹങ്ങളുടെ ഗുഹയ്ക്കകത്ത് എന്നും അലറുന്ന ശബ്ദം കേട്ട അന്ന് ജനമൊന്നും സിംഹങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രാജാവ് ഓടി വന്ന് ചോദിച്ചത്, നിന്നെ ഇതിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവത്തിന് പ്രാപ്തി ഉണ്ടോ? ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രമാണ്. അപ്പോൾ ദാനിയേൽ പറഞ്ഞതിന്, രാജാവ് ദീർഘായുസ്സ് ഉണ്ടായിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവരുടെ വാ അടച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൂതനെ അയക്കുവോ? ദൂതനെ അയക്കും. ചോദിക്കണം. ദൂതന്മാരെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്ന, അവർ നമ്മുടെ സേവ ആത്മാക്കളല്ലയോ എന്ന് പറഞ്ഞാൽ നമ്മളെ സേവിക്കാൻ ദൈവം നിർത്തിയിരിക്കുന്ന ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൂതനൊക്കെ നമ്മളെ അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്, ആപത്തിൽ നിന്ന് വിടുവിക്കുന്നത്, നമുക്ക് ധൈര്യം നൽകും, നമ്മളെ ഉറപ്പ് തരുന്നത്, വഴി തെറ്റുമ്പോൾ വഴി നേരെയാക്കി തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ദൂതന. അതുമാത്രമല്ല, ബന്ധനങ്ങളെ അഴിക്കാനും ദൈവം ദൂതനെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിനെ അലറി വരുന്നതിനെ ശാന്തമാക്കുവാനും ദൂതന് കഴിവുണ്ട്. ഏത് പൂട്ടിയ പൂട്ടും തുറക്കാൻ ദൈവത്തിന്റെ ദൂതന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏത് നിയമങ്ങളും മാറ്റി കൊടുക്കാൻ ദൈവത്തിന്റെ ദൂതനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രമാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ ആദ്യോടൊന്നും പരിശോധിച്ചാൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ വലിയ നിര തന്നെ കാണുക, ഓരോരോ ജോലികൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദാനിയേൽ പറഞ്ഞ ഒരു കാര്യമാണ് അതിൻ്റെ 22-ാം വാക്യത്തിന്റെ അവസാനം, അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവെ തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നമുക്ക് കൊടുക്കേണ്ട സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രമാണ്. ദൈവസന്നിധിയിൽ കുറ്റമറ്റ ഒരു മനസാക്ഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാഗൽഭ്യത്തോടെ പറയണം, കർത്താവേ, നിന്റെ മുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രമാണ്. ഇത് പറഞ്ഞാൽ പിശാച് പരാജയപ്പെടും. പ്രൈസ് ദി ലോർഡ്. പിശാച് ആകുന്ന നോക്കിക്കാണും. പ്രൈസ് ദി ലോർഡ്. രാത്രി വന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം മുട്ടുസൂചി കൊണ്ടുവന്ന് സിംഹത്തിനിട്ട് കുത്തിക്കാണും. കാരണം ഇവനെവിടെ പോകാലോ. ഞാൻ പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. എന്തെല്ലാം പരിപാടി ഇവൻ ഒപ്പിക്കാം. അന്ന് പിശാചും കൂട്ടരും ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. കമ്മിറ്റി കൂടി 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 അവസാനം കുട്ടി പിശാച് പറഞ്ഞു, ഒന്നും നടക്കത്തില്ല, വീട്ടിൽ പോയി. കൂടി കൂടി 12 കഴിഞ്ഞ്, 1 കഴിഞ്ഞ്, 2 കഴിഞ്ഞ്, എന്നിട്ട് അവസാനിപ്പിക്കുന്നില്ല. അവസാനം കുട്ടി പിശാച് പറഞ്ഞു, നിങ്ങളെല്ലാം നിർത്ത്, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോവാ. അന്ന് രാത്രി എല്ലാ പിശാചുകളും അടിയറമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പറയണം, കർത്താവേ, എൻ്റെ വിഷയത്തിന് മറുപടി തരണം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവനായി ജീവിക്കുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ പറയാനുള്ളതായിരിക്കുന്ന ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പീലാത്തോസ് കൈ കഴുകി, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ദൈവത്തിനോട് സ്തോത്രം. ആ നാഥന നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ പ്രാഗൽഭ്യം നമ്മളും പ്രാപിച്ചെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഞാൻ ദൈവത്തിന്റെ മുൻപിൽ, പിതാവിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവനാ. അതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്. ധൈര്യമായി ആത്മാവിനെ പിതാവിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് എന്റെ ശരീരത്തെ നശിപ്പിക്കാൻ സാധിച്ചേക്കാം. എന്റെ ഉള്ളിലുള്ള ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ പിതാവ് അത് സ്വീകരിക്കാനുള്ള കാരണം, കുറ്റമില്ലാത്തവനായി നിൽക്കുന്ന തന്റെ പുത്രനെ കണ്ടപ്പോൾ പിതാവ് അത് ഏറ്റെടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദൈവത്തിന്റെ പിന്നെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പൊത്തുവരുത്തമായ ഒരു ജീവിതമല്ല. പ്രൈസ് ദി ലോർഡ്. വളരെ കരുതലോടുകൂടി ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള ആരെയും ഹല്ലേലൂയ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. നാം നിൽക്കുന്നെന്ന് തോന്നുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അതുപോലെ നാം നിൽക്കാൻ തയ്യാറാകണം. വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുക. അതുകൊണ്ട് പ്രാർത്ഥന അങ്ങ് ചെല്ലണം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകണം.
അപ്പോൾ ആ പ്രാഗൽഭ്യം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഒരാളൊരു പ്രാർത്ഥന വിഷയം നമ്മളെ ഏൽപ്പിച്ചു, ആസന്നമായി സീരിയസ് ആയിട്ട് കിടക്കുക. നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അവിടെ പതറരുത്. പതറാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ദൈവത്തിന് കുറ്റമില്ലാത്തവനായി നിൽക്കുന്നു, കുറ്റമില്ലാത്തവളായി നിൽക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഈ വിഷയത്തിന് മറുപടി കൊടുക്കണം എന്ന് പ്രൈസ് ദി ലോർഡ് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ, ആ പ്രാഗൽഭ്യം നമ്മുടെ വശത്തുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ പ്രാർത്ഥന വിഷയങ്ങൾ പറയും. ഹല്ലേലൂയ. ആ പ്രാർത്ഥന വിഷയങ്ങൾ കൊടുക്കുമ്പോൾ ആ വ്യക്തി പറയത്തില്ല, നോ, ഇതെന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറയത്തില്ല. കാരണം പ്രാഗൽഭ്യമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം പ്രാപിച്ചിരിക്കുന്നു. എനിക്ക് ധൈര്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ പ്രൈസ് ദി ലോർഡ് പിശാച് നമ്മളെ കാണുമ്പോൾ വിറയ്ക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിനെ പരാജയപ്പെടുത്തിയവന്, അതുകൊണ്ട് വിജയം വരിച്ചു നിൽക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് നാം തോൽക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിന് ഇവിടെ സ്തോത്രം. അവിടെ അത് നടക്കുന്നു, ഇവിടെ അത് നടക്കുന്നു, ആ വീട്ടിൽ അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവമേ, പ്രൈസ്, നമ്മളും മനുഷ്യരാ. ഈ പറയുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്ന വ്യക്തികളും മനുഷ്യരായിരിക്കാം. ഓർത്തുകൊള്ളം, അവരുടെ ജീവിതത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ചെയ്യരുതാത്ത കാര്യം അവർ ചെയ്തു കാണും. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പക്ഷെ അവർ അനുദപിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരവിടെ പ്രവർത്തിക്കും. ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നീക്കുപോക്ക് വരുത്തേണ്ടതിനെ നീക്കുപോക്ക് വരുത്തണം. ദൈവത്തിന് നമ്മുടെ സഹോദരൻ, കുവൈറ്റിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന കാലത്ത് എൻ്റെ രാജ്യായ ഒരു ശക്തനായ ഒരാൾ എഴുന്നേറ്റ് പറയാ, നിന്നെ ഞാൻ തട്ടിക്കളയും കേട്ടോ. എല്ലാവരും മൗനമായി പോയല്ലോ. ഞാൻ രാജ്യാനെ തട്ടുന്ന കാര്യമല്ല പറഞ്ഞു, എന്നെ തട്ടുന്ന കാര്യമാണ് പറഞ്ഞു. ഹലോ, അതൊക്കെ നടക്കും. കാരണം പൈസ ഉണ്ടല്ലോ, പിന്നെ ആരെ ഭയപ്പെടാൻ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും. പുള്ളി എന്നെ കസേര എടുത്തു, ഒരാളെ തല്ലാൻ. ഞാൻ നിന്നു, ഇതൊന്നും ഇവിടെ നടക്കത്തില്ലെന്നു. പുള്ളി അങ്ങ് ദേഷ്യപ്പെട്ട്, അങ്ങ് അരിശപ്പെട്ട്, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഹലോ, ഇവിടെ ശ്രദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെ നടക്കുമെന്നാ ചിലർ ചിന്തിക്കുന്നത്. അയ്യോ, അങ്ങനെയൊക്കെ നടക്കുന്ന പലയിടത്തുമുണ്ട്. പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ പൈസയുടെ പുറത്ത് പൈസ ആയതുകൊണ്ട് ആരും ആരെയും വഴിയും കൊടുക്കത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊക്കെ പിടിച്ച് നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പ്രൈസ്, അന്ന് വൈകിട്ട് ആ വീട്ടിൽ ചെന്നു. അന്ന് വൈകിട്ട് ആ വീട്ടിൽ ചെന്ന് എങ്ങനെയാണെന്നറിയോ, കുറേ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട്, പുള്ളിക്ക് കപ്പ ഇഷ്ടമാണ്. ഞങ്ങളവിടെ ചെന്നു. പുള്ളി വാതിൽ തുറന്നുകൊണ്ടേ പുള്ളിക്ക് ദേഷ്യം വന്നു. പുള്ളി അകത്തോട്ട് കയറി. ഞങ്ങളവിടെ ഇരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ശാന്തമാക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറയാം, ഞാൻ കപ്പ പുഴുങ്ങാം, മീൻകറി ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം. ഓക്കെ, പ്രൈസ്. എന്നിട്ട് പറയാം, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഇട്ട് തരാം, കണ്ടോളാൻ. നിങ്ങൾക്കങ്ങനെ വല്ലതും കാണിച്ചു തരുമോ? എനിക്ക് കാണിച്ചു തന്നു. ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകി ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടപ്പോൾ. പുള്ളിയുടെ കൈ സാധനം ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നെ കാണിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങാൻ നേരത്ത് ഒരാലോചന പറഞ്ഞു. അമ്മാമ്മയാ പറഞ്ഞത്, സൂക്ഷിച്ചോണം, രക്തം കൈ പുരട്ടുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ചായ നല്ലതായിട്ട് പ്രാർത്ഥിച്ചോണം, എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങളും പ്രാർത്ഥിച്ചോളാം. പുള്ളിയുടെ ഉള്ളിൽ നിന്ന് ആ ദേഷ്യം പോയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. നേരം വെളുത്ത ഉടനെ പുള്ളി ഞങ്ങളെ ഫോൺ ചെയ്തു, പാസ്റ്റേ ഓടി വായു എന്നും പറഞ്ഞു. എന്നാ സംഭവിച്ചു? പുള്ളിയുടെ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ, പ്രൈസ് ദി ലോർഡ്, അവൻ ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ അവിടെ ജോലി ചെയ്തെന്ന് അറിയാൻ മേലാതെ വേറൊരു ഓപ്പറേറ്റർ അത് സ്വിച്ച് ഓൺ ചെയ്തു. ഇവൻ അതിൻ്റെ അകത്തായിപ്പോയി.
ഞെരുങ്ങി മാംസമെല്ലാം ചെതറി അവൻ മരിച്ചു ഓൺ ദ സ്പോട്ടിൽ. അപ്പോൾ പോലീസ് അറിഞ്ഞാൽ പുള്ളി പിടിച്ചോണ്ട് പോകും. പുള്ളി ആ പാടെ വേർത്ത് വെപ്രാളപ്പെട്ട് പ്രൈസലോട് എന്തു ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഭാരപ്പെട്ടപ്പോൾ അവൻ്റെ സ്വന്തം സഹോദരൻ ഈ പ്രിയപ്പെട്ടവരോട് വന്നിട്ട് പറയാം, ഞാൻ ഉത്തരവാദിത്വം എടുത്തോളാം, എൻ്റെ സഹോദരൻ ഏതായാലും മരിച്ചു, സാർ ഒന്നും വിഷമിക്കേണ്ട, സാർ വേഗം വീട്ടിൽ പോയിക്കൊള്ളാം. ദൈവം അവിടെ പ്രവർത്തിച്ചു. അവൻ്റെ സ്വന്തം സഹോദരൻ മരിച്ചു, സ്വന്തം സഹോദരൻ അത് ഏറ്റെടുത്തു. ദൈവത്തിന് നീയോടെ സ്തോത്രം ചെയ്യാണ്. ദൈവത്തിൻ്റെ കരവിടെ പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വിരച്ചുകൊണ്ടെന്നൊക്കെ സൂക്ഷിച്ചു വേണം. ദൈവത്തിന് അത് ദൈവ മക്കളോടും ദൈവദാസന്മാരോടും ആരോടായാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗത്തിൻ്റെ ദൈവം ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിന് നീയോടെ സ്തോത്രം. ആ സഭയെ പ്രൈസ് ദി ലോർഡ് 2 വർഷമല്ലേ 3 വർഷമേ ശുശ്രൂഷിക്കാൻ അനുവദിക്കത്തുള്ളൂ. ഞങ്ങളെ 5 വർഷം ഇരുത്തി. എൻ്റെ കഴിവോ മിടുക്കമൊന്നുമല്ല. 5 വർഷവും കണ്ണുനീരായിരുന്നു. 5 വർഷവും. പ്രൈസ് ദി ലോർഡ്. ആ സഭ കുവൈറ്റിൽ അറിയപ്പെടുന്ന അടിയുണ്ടാക്കുന്ന സഭയെന്ന്, ആരെയും വകവെക്കാത്ത സഭയെന്ന്. പക്ഷെ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ നടത്തി. ആ രാജ്യത്തുള്ള മറ്റ് സഭക്കാരെല്ലാം സംബന്ധിച്ചിട്ട് പറഞ്ഞു, ഇതുപോലൊരു കൺവെൻഷൻ ഇവിടെ നടന്നിട്ടില്ല. നമ്മുടെ അടൂരിലെ കൊച്ചുമോനൊക്കെ വന്ന് പാട്ട് പാടിയത്. കൊച്ചുമോൻ്റെ അളിയൻ അനിലും ഒക്കെ വന്ന് അവിടെ പാട്ട് പാടി. അങ്ങനെ അവരെ ഞങ്ങൾ അവിടെ ഇറക്കി. അവരുടെ പേര് പ്രസിദ്ധമായി. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. എറണാകുളത്തുള്ള സേവ്യർ ജെയിംസാണ് വന്ന് അന്ന് ശുശ്രൂഷിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രാരംഭ സമയങ്ങളായിരുന്നു. ശക്തമായ ശുശ്രൂഷ അന്ന് വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ മിണ്ടാത്തതിനെല്ലാം കൈ കൊടുപ്പിച്ചു. തമ്മിൽ പ്രൈസ് വിശുദ്ധ ഉമ്മനം കെടുക്കത്തില്ല. ഞാൻ രായ്ച്ചാൻ്റെ അടുക്ക് കെട്ടിപ്പിടിക്കാൻ വന്നിട്ട് ജോയിച്ചാനെ കെട്ടിപ്പിടിച്ചിട്ട് പോകും. പ്രൈസ് അല്ലോ. രായ്ച്ചാൻ ഇങ്ങനെ നോക്കിയിരിക്കും, ഇതെന്താ കളിയാണ്. അതാ നടന്നുകൊണ്ടിരുന്നത്. എൻ്റെ വരവ് കണ്ട് രായ്ച്ചാൻ ഒരുങ്ങി നീക്കുക ഒരു വിശുദ്ധ ഉമ്മനത്തിന് വേണ്ടി. ഞാൻ രായ്ച്ചാൻ്റെ അടുത്തൂടെ വന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് ജോയിച്ചാൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ടു. അപ്പോൾ രായ്ച്ചാൻ വിചാരിക്കും, ദൈവമേ ഇതെന്തൊരു കളിയാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞങ്ങൾ പോരാൻ നേരത്ത് എല്ലാവരും ഒന്നിച്ചു. ഇന്നും അവിടെ ചെല്ലാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആത്മാക്കൾ പ്രൈസ് ദി ലോർഡ് 35-45 കടന്നത് ഞങ്ങൾ പോരുമ്പോൾ 450 ആക്കി. സഭയുടെ പേര് മാറ്റി. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് അവിടെ ഉള്ളതിൽ PCK കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭ അഹമ്മദി IPC. ഇവിടെ വരുന്നുണ്ടല്ലോ അവിടെ ഉള്ള പ്രിയപ്പെട്ടവരൊക്കെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഞാനൊന്നും പറയണ്ട, അവരോട് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ക്യാമ്പുകളിലുള്ളവരൊക്കെ പട്ടിണിയാ, അവരൊക്കെ ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നവരാ. പക്ഷേ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ പോവുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ആഹാരം കൊണ്ടെല്ലാം പോകുന്നു. മാമേ നിങ്ങൾക്കറിയാമല്ലോ, ഇതും കൊണ്ട് മൈലുകൾ ദൂരെ പോയി എല്ലാത്തിനും കൊടുക്കും. 100-400 കിലോമീറ്റർ കഴിഞ്ഞ് അവർ വരുന്നു ആരാധനയ്ക്ക്. അതുകൊണ്ട് ആരാധനയ്ക്ക് വന്നാൽ ഒന്നും പോകത്തില്ല. കാരണം അവർക്കറിയാം ഇവിടെ നല്ല സുഭിക്ഷ ഭക്ഷണം കിട്ടുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവരുടെ വിശപ്പ് മാറി, അവരുടെ ജീവിതം മാറി. ഈ നിരണത്തുള്ള 8ാം ക്ലാസ്സുകാരനൊക്കെ പ്രൈസ് ദി ലോർഡ് നല്ല നേഴ്സുമാരെ കെട്ടിക്കാൻ വഴിയൊരുക്കിയത് ഞങ്ങളുടെ ശുശ്രൂഷയായിരുന്നു. ഇന്നല്ലേ എഞ്ചിനീയറെ തപ്പി നടക്കുന്നത്. അന്ന് നേഴ്സിന് വെളിയിൽ പോകണമെങ്കിൽ 8ാം ക്ലാസ്സുകാരനെ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ ചോദിക്കുന്നത് കുവൈറ്റിലാണോ, എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. അപ്പം ഇവൻ എവിടെയാ? പ്രൈസ് ദി ലോർഡ്. കുറഞ്ഞ ശമ്പളം. ഇനി ഫാമിലി വിസ കിട്ടുന്ന പരിപാടിയില്ല. ഒരു ഫാമിലിയും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞു, എടാ പ്രാർത്ഥിക്കാം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരി. ഞങ്ങൾ ഉപവസിച്ചു, അവരെയും കൊണ്ട് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. കുവൈറ്റിലെ അറബികൾക്ക് തലയില്ല. എൻ്റെ രാജ്യമായ മണ്ടന്മാരാ. അതും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മലയാളികൾ പോയി അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പോഴൊക്കെ അവന്മാർ പഠിക്കാൻ തുടങ്ങിയത്. ഒരു വിവരവും ഇല്ല. അവർ വരിക, ഒപ്പിടുക, പോവുക, ആശുപൂഷ് പറഞ്ഞ് അവർ പോവും. അവനൊക്കെ ഒരു 5-6 ഭാര്യമാരെയും കൊണ്ട് നടക്കുക. അവൻ്റെയൊക്കെ ജീവിതം അതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മലയാളികൾ ജോലി ചെയ്യും, പൈസ സമ്പാദിക്കും. നിരളത്ത് എത്ര വീടുകൾ പണിതെന്ന് നിങ്ങൾ പോയി നോക്ക്. വെറും കുടിലായിരുന്ന വീടുകളെല്ലാം പണിതു. ദൈവത്തിന് നീയോടെ സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നാലും അവർ സ്വീകരിക്കും. ഞങ്ങളെ നിരളത്ത് കൊണ്ടുവന്ന് എന്തിനാണെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇവിടെയും കൊണ്ടുവന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കര മാളിക വീടൊക്കെ പണിതവരുണ്ട്.
ദൈവം അവരെയൊക്കെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. സദാം ഹുസൈൻ്റെ യുദ്ധം നടക്കുന്ന സമയത്ത് അവസാനത്തെ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പോവുക, ലാസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞ് പേടിച്ച് കുറേ ഫാമിലികളെല്ലാം തിരിച്ചു വന്നു, യുദ്ധം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുത്തൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വീട്ടുകാർ വിടത്തില്ല, സദാം ഹുസൈൻ മിസൈൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഈ രാത്രി നിന്റെ ഭാര്യ ഇവിടെ വന്നില്ലെങ്കിൽ അവൾക്ക് ജോലി കിട്ടത്തില്ല. ഇവിടെ നീ വിളിക്ക്, ബാക്കി കാര്യം കർത്താവ് ചെയ്തോളൂ. നീ ധൈര്യമായിട്ട് വിളിച്ചു. ഏതായാലും അന്ന് രാത്രി പറഞ്ഞു അവൾ ഫ്ലൈറ്റ് കയറി അവിടെ വന്ന് ഇന്നിപ്പോൾ ഗവൺമെൻറ് നേഴ്സാണ്. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, വെണ്ണിക്കുളം പവർ മിഷൻ്റെ അടുത്ത്. ഇപ്പം ദൈവം വഴി തുറക്കും. നിങ്ങൾ പറയാം എൻ്റെയും മക്കൾ നേഴ്സാ പാസ്റ്ററേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇതേ വഴിയുള്ളൂ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാപ്തി തരുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഈ പുസ്തകം എടുത്തോ, നിന്നെ മാനിക്കാതെ ദൈവം വിടത്തില്ല. ഇത് ചുമന്നാ മതി. ഇത് ചുമന്ന ആരെയും ദൈവം കൈവിട്ടിട്ടില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ തരികിട പരിപാടി നടത്തിയവരെ പോലും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാവരും മൗനമായിപ്പോയല്ലോ എന്നും പറഞ്ഞാൽ നിങ്ങൾ തരികിട കാണിച്ചുകൊണ്ട് നടക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയാം, കാട്ടി കിട്ടും. കാരണം ഇത് എടുത്തില്ലേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് അവരെ അനുഗ്രഹിക്കും. കാരണം കർത്താവ് വാഗ്ദത്തം പറഞ്ഞത് നിറവേറ്റുന്നവനാ. വചനം പഠിച്ചാൽ അത് കാണാം. ലോത്തിനെ കർത്താവ് കൈവിട്ടോ? കർത്താവ് ചെയ്യേണ്ടത് ചെയ്തു. പുറത്തിറക്കി, ദൂതനെ കൊണ്ട് പുറത്തിറക്കി, തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സംഭവമൊക്കെ നമുക്കറിയാം. ഇസ്രായേൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് പോകുന്ന യാത്രയിൽ അവരോട് പറഞ്ഞു, മോവാബിനെ ഞെരിക്കരുത്. ആരാ മോവാബ്? ലോത്തിൻ്റെ മക്കളിൽ കൂടെ ഉണ്ടായിരിക്കുന്ന മോവാബിര്. അവിടെയും ദൈവം കരുതിയോ? പ്രൈസ് ദി ലോർഡ്. തെറ്റിന് ശിക്ഷ ദൈവം കൊടുത്തെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് നീയോട് സ്തോത്രം ചെയ്യാണ്. ദൈവത്തിൻ്റെ നീതി ദൈവം കാണിക്കും. പക്ഷെ ആ നീതി കാണിക്കുന്നതിനോടൊപ്പം നിന്നില്ലെങ്കിൽ ഭവനത്തിൻ്റെ അകത്ത് ഭയങ്കര കഷ്ടതയുണ്ടാവും, വലിയ പ്രയാസമുണ്ടാവും, വലിയ വേദനകളുണ്ടാവും. അതും ദൈവം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പാൽക്കാലം പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമയം ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഞാൻ എൻ്റെ ദൂതിലൊന്നും തൊട്ടില്ല, പക്ഷെ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഉപവാസത്തിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഇനി ഒരു അവസരം വരുന്നുണ്ട്, അന്നേരം ഞാൻ ബാക്കി പറഞ്ഞോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അനുവദിച്ചാൽ ഒരവസരം കൂടെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അന്നേരം ദൈവം അനുവദിച്ചാൽ പറയാം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തന്നാലും സ്വീകരിക്കും, തന്നില്ലെങ്കിലും സ്വീകരിക്കും. അതൊന്നും എനിക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് കരുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഓർത്തുകൊള്ളുക, നമ്മൾ വെറുതെ ഉപവസിച്ച് പോയാൽ പോരാ, ഒരു മറുപടി വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എപ്പോഴും ഓരോരുത്തരെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ലേ, സുലേഖ പറയത്തില്ലേ, എൻ്റെ പാസ്റ്റർ ഇന്ന പോലെ വിഷമത്തിലാണ് ഞാൻ, ഇന്ന വിഷയത്തിന് ഞാൻ ഭാരപ്പെടുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ വിഷമങ്ങൾ പറയുമല്ലോ. അപ്പോൾ ഇനി അതല്ല പറയേണ്ടത്, പാസ്റ്റർ എൻ്റെ വിഷയത്തിനൊരു മറുപടി ഉണ്ടായി, അത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്ന വിഷയത്തിന് ദൈവം എനിക്കൊരു മറുപടി തന്നു. കേട്ടോ ഭാവിച്ചായ, ദൈവം മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. ദൈവം അതിനുള്ള വഴി ഒരുക്കും. നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് നമ്മൾ പറയുന്നെങ്കിൽ നിശ്ചയമായിട്ടും പ്രൈസ് ദി ലോർഡ് പ്രാഗൽഭ്യത്തോടെ ധൈര്യത്തോടെ ദൈവത്തോട് പറയുക, പ്രൈസ് ദി ലോർഡ് എൻ്റെ ആവശ്യം നടത്തി തരണം എന്ന് ഉറപ്പിക്കണം. യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുതെന്ന് പറഞ്ഞ പോലെ പ്രൈസ് ദി ലോർഡ് താനുള്ള കുറവുകളെല്ലാം ദൈവത്തോട് സമ്മതിച്ചു. ദൈവം പേര് മാറ്റി, ഒരു രാജ്യത്തിൻ്റെ പേരങ്ങോട്ട് കൊടുത്തു. പിന്നെ തൊട്ട് യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഓരോന്നോരോന്നായി സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, ആരെല്ലാം ദുഷിക്കട്ടെ, ആരെല്ലാം ഏതെല്ലാം രീതി പറഞ്ഞോട്ടെ,
പക്ഷെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പറയാൻ സാധിക്കണം, എനിക്ക് ദൈവത്തോടൊരു പ്രാഗൽഭ്യമുണ്ട്. എന്നെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട, നമ്മുടെ കുടുംബത്തിൽ ഒരു വിഷയം വന്ന് കയറുമ്പോൾ ആ വിഷയത്തെ തടഞ്ഞു നിർത്തണം നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ കയറി വരുമ്പോൾ നമ്മൾ ഭാരപ്പെട്ട് ഞരങ്ങാൻ പിശാച് നോക്കും. പക്ഷെങ്കിൽ ഈ വചനപ്രകാരം ധൈര്യമായിട്ട് പറയണം, കർത്താവേ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്, എൻ്റെ വീട്ടിൽ ഇത് നിർത്തണം, ഇത് സംഭവിക്കാൻ പാടില്ല, ഇത് മാറിപ്പോകണമെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം ജീവിതത്തിൽ ഏറ്റെടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ദാനിയേൽ അത് തെളിയിച്ചു, ജീവിതം കൊണ്ട് അത് തെളിയിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അധികം ഒന്നും പറയണ്ട, നമ്മുടെ ജീവിതം കണ്ടാൽ മതി. ദൈവത്തിന് സ്തോത്രം. ആൾക്കാരിൽ മാറ്റം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മുട്ടിയതേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ അങ്ങോട്ട് ഇറങ്ങി ഒരു കാറുമായിട്ട് മുട്ടി. മിനിറ്റ് നേരം കൊണ്ട് അവിടെ ഒരു ക്രൗഡായി, എല്ലാ RSSകാരും ഉണ്ട്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം യൂണിറ്റ് മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ല. ഈ പയ്യനാടെ നിന്നും വിറയ്ക്കുക, ഒരു പാവം പയ്യൻ. ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ദൈവം എല്ലാം നടത്തും. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊന്നുമല്ല, ഇവരെല്ലാം എന്നെ കയറി പാസ്റ്ററെ എന്ന് വിളിക്കും. ഈ RSSകാരില്ല, എനിക്കിവരെ ഒരു പരിചയവുമില്ല. പക്ഷെ ഇവർ പറയാം, പാസ്റ്റർ പറഞ്ഞാൽ ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരുത്തരെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദേശത്ത് ഇവന്മാരുടെ നോട്ടപ്പുള്ളിയാണ് ഞാനെന്ന്. എനിക്കൊരു കാര്യം മനസ്സിലായി. പക്ഷെ ഈ വിഷയം വന്നപ്പോൾ അവർ പറയാ, പാസ്റ്ററിന് ഇതിന് തീരുമാനം എടുക്കുക, ഞങ്ങളൊന്നിനും വരുന്നില്ല. പക്ഷെ പാസ്റ്റർ തീരുമാനം എടുത്താലേ ഈ കാര്യത്തിന് ഉണ്ടാകത്തുള്ളൂ, തീരുമാനം ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറഞ്ഞു, വിഷയം പരിഹരിക്കാം. വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. അതിൻ്റെ ആ ടയറിൻ്റെ അവിടെ ഒരു ചെറിയ ഇടിയുണ്ട്, അതുകൊണ്ട് വണ്ടി ശരിക്കും ഓടാൻ ചെറിയ ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്നപ്പോഴത്തേന് വർക്ക്ഷോപ്പുകാരൻ എന്നെ വിളിക്കുക, പാസ്റ്റർ എന്നാ പറ്റി, പാസ്റ്റർ എന്തിനാ ഇവിടെ വന്ന്, എന്നെക്കാളും പ്രായമുള്ള ഒരു അമ്മാച്ചൻ. അവൻ പറയാ, അവൻ വേർത്തൻ പറഞ്ഞു, 1500 രൂപ അങ്ങോട്ട് എണ്ണിക്കൊടു. ഇപ്പം ഈ പാർട്ടിയിടയിൽ പൈസ കുറവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തോളാം. ഞാൻ 1500 കൊടുത്തപ്പം അമ്മാച്ചനകത്തോട്ട് വിളിച്ചിട്ട് 500 രൂപ എൻ്റെ തന്നിട്ട് പറയാം, ആരോടും മിണ്ടണ്ടെന്ന്. ഇതൊക്കെ ആ പാസ്റ്റർമാരുടെ കയ്യിലിരിപ്പ്. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ 5000 രൂപ വേണമെന്നല്ല പറഞ്ഞ്. പുള്ളി ചിരിച്ചിട്ട് എൻ്റെ തോളെ തട്ടിട്ട്, എൻ്റെ പാസ്റ്റർ എന്തിനാ ഇതിനൊക്കെ ഇടപെടുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ ഇങ്ങനെ വന്നു പോയതില്ല, ആ പാർട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. അപ്പം നമ്മളെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നോക്കിക്കോണം. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമ്പോൾ ഓർത്തുകൊള്ളണം, നിനക്ക് 2 കണ്ണേ ഉള്ളൂ, 1000 കണ്ണ് നിന്നെ നോട്ടം ഇടുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിനോട് സ്തോത്രം. എൻ്റെ പ്രാഗൽഭ്യമോ എൻ്റെ കഴിവോ ഒന്നുമില്ല, ഞാൻ സീറോയാ. പക്ഷെ ദൈവം നിർത്തുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ദൈവം നിർത്തുന്നോണ്ട് ഞങ്ങളൊക്കെ നിന്ന് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓടാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചാ, പക്ഷെ തമ്പുരാൻ ഉടുപ്പേന്ന് വിടത്തില്ല, നിക്കട അവിടെ എന്ന് പറയും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മൈക്കിൻ്റെ മുമ്പിൽ വന്ന് പട പറയുകയാണ്. ഉടുപ്പേ തമ്പുരാൻ പിടിച്ചത് കൊണ്ട് നിൽക്കുക, അത് നിങ്ങൾ കാണത്തില്ല. പക്ഷെ തമ്പുരാനും ഞാനും അറിയാം. അവിടെ ഇരിക്കുന്ന ദേവദാസന്മാരുടെ ഇവർ എന്തുമാത്രം ഓടിയതാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ഓടരുത് നിൽക്കാൻ. ഓടി ഇത്ര ഓടി, നെടുമ്പറത്തും ഓടി വന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഓർത്തോണം, ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രാഗൽഭ്യം, പ്രാപ്തി, ദൈവത്തിന് സ്തോത്രം, കുറ്റമില്ലാത്ത അവസ്ഥകൾ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ധൈര്യത്തോടെ നമുക്ക് നിൽക്കാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അത് പ്രാപിച്ചെടുത്തോണം. ദാനിയേൽ എന്നാ ഒരു വാക്കേ പ്രാർത്ഥിച്ചു. ഏലിയാവ് എന്നാ യാഗപീഠം ഒരുക്കിയിട്ട് ഒരു മിനിറ്റിൽ കൂടുതൽ ആ പ്രാർത്ഥനയില്ല. ഞാൻ നിൻ്റെ ദാസന കർത്താവേ, അവിടുന്ന് ദൈവമാണ്, അവിടുന്ന് എനിക്ക് മറുപടി തരണം. അല്ലാതെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ദൈവത്തിന് നീയോട് സ്തോത്രം ചെയ്യാണ്. പറഞ്ഞു
സ്വർഗസ്ഥനായ എൻ്റെ കർത്താവെ, അവിടുന്ന് അദൃശ്യനായ ദൈവമാണ്, വിശുദ്ധനായ ദൈവമാണ്, അവിടുത്തേക്ക് ഒന്നും അസാധ്യമല്ലല്ലോ, ഞങ്ങളങ്ങേ അറിയുന്നുവല്ലോ, ഞങ്ങളെ നല്ലതായിട്ട് അറിയുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു 20 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ അന്നത്തെ ശുശ്രൂഷയ്ക്ക് സമയം അത്രയും പോയി. എപ്പം പ്രാർത്ഥിച്ചാലും, ഇനി അതോടെ പറയാം, എപ്പം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് പ്രൈസ് ദി ലോർഡ് വീട്ടുപ്രാർത്ഥന നടക്കുകയാണ്. ആ വീടിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാവും. മറ്റു വിഷയങ്ങളൊക്കെ ദൈവദാസൻ പറഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കാവും. പിന്നെ ശുശ്രൂഷിക്കുന്നവരെയും വഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിച്ച് പണ്ട് കയ്യപ്പുറം പറഞ്ഞ പോലെ പുള്ളി വണ്ടിയെ കയറാനായിട്ട് നിൽക്കുക, ഒരു അച്ചായനോട് ഒരു പാസ്റ്റോട് പ്രാർത്ഥിക്കാൻ. പുള്ളി പ്രാർത്ഥിച്ച് ട്രെയിൻ വന്നു, കയ്യപ്പുറം പോയി, ആശീർവാദം പറഞ്ഞപ്പോൾ ആളില്ല. ഇതൊക്കെ നടന്ന സംഭവമാണ്. നിങ്ങളങ്ങനൊന്നും പ്രാർത്ഥിക്കാനെന്ന് എനിക്കറിയാം. ഇവിടെ ട്രെയിൻ ഇല്ലാത്തതും ഭാഗ്യം, അതെനിക്കറിയാം. പക്ഷെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നമ്മൾ അവസരങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചോണം. അപ്പോൾ നമ്മളെ പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും പറയരുത് പാസ്റ്റർ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ മേലെ പ്രാർത്ഥിക്കത്തില്ല. ആ പരിപാടിയും ചെയ്യരുത്. പ്രാർത്ഥിക്കണം, നിശ്ചയമായി പ്രാർത്ഥിക്കണം. അവരെ ഭക്ഷിച്ച് വേറെ ഒരു വിഷയം, വേറെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമൊന്നും അവിടെ പ്രാർത്ഥിക്കണ്ട. അത് വീട്ടിൽ പോയി പ്രാർത്ഥിര്. വീട്ടിൽ പ്രാർത്ഥിക്കാത്തവർ നീട്ടി പ്രാർത്ഥിക്കുമെന്നാണ് കാനവച്ചൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അതല്ലാതെ ഒരു വീട്ടു പ്രാർത്ഥിക്കുന്നു കഴിച്ചു, അവിടെ പോയ കുഞ്ഞുങ്ങൾ, ഇവിടെ പോയ കുഞ്ഞുങ്ങൾ, വീട്ടുകാരൻ മണ്ടടിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും പറയുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഒരു പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ പറയാം, നെടുമ്പറ സഭയിലെ വിശ്വാസികൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചോണം. ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, വചന ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു രോഗിയുടെ പേര് ദൈവദാസൻ പറഞ്ഞെങ്കിൽ ആ വിഷയം കൂടെ പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. 2 മിനിറ്റും 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് ഒരു ആശ്വാസം. ഇനിയും പോട്ടെ, ഞാൻ എവിടെ എന്താണെന്ന് പറഞ്ഞ് ചിലർക്ക് കൊടുത്തില്ലെങ്കിൽ എൻ്റെ ലാലിച്ച അവർക്ക് ദേഷ്യം. എന്നിട്ട് അവർ വന്ന് ആ പാസ്റ്ററോട് പറയും, എനിക്കെന്നെ സമയം തരാഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഹലോ, നെടുമ്പറത്ത് നടക്കുന്ന കാര്യം. ഞാനിവിടെ ഉണ്ടല്ലോ, ഞാൻ പല യൂണിറ്റുകളിലും ചെല്ലാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ? എൻ്റെ പാസ്റ്റർ ഒരു രക്ഷയില്ല, ഞാനത് കൊടുത്തില്ലെങ്കിൽ ആളെന്നെ വെറുതെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെയൊക്കെ മുഖഭാവം മാറുന്നു. എന്ത് ചെയ്യാനാ? എന്നെ ഇതിൻ്റെ അകത്ത് കയറ്റിയില്ലേ, ഞാനിതൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്താലും വേവിച്ചാലും പറയാം, അങ്ങനെ തന്നെ പറഞ്ഞോളാം. അതിലും എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വല്ല കുറ്റം പറഞ്ഞു ഇല്ല. കണ്ട, ഇവരെല്ലാം സാക്ഷികളാണ്. നിങ്ങൾ തന്നെ പറഞ്ഞു. ഇനി എനിക്ക് ധൈര്യമായിട്ട് നിൽക്കാം. ഞാൻ അവസാനിപ്പിക്കുക. ഓർത്തോണം, പ്രൈസ് ദി ലോർഡ്, നമുക്കെല്ലാത്തിനും അതിൻ്റെതായ രീതികളും പ്രമാണങ്ങളും എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ മുൻപോട്ട് പോയാൽ പിന്നെ പറയും, അമ്മാമ്മയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാവുള്ളൂ കേട്ടോ എന്ന് പറയും. പിന്നെ അടുത്തതിനും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് നിങ്ങളുടെ സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അത് സാക്ഷ്യം പറയുമ്പോഴും ആ രീതിയിലായിരിക്കണം. അവസാനം എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ പാസ്റ്റർമാർക്ക് കിട്ടുന്ന 5 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റൂ, പ്രസംഗിക്കാതിരിക്കാൻ പറ്റൂ. കൂടുതൽ നീട്ടിയാൽ അടുത്ത ആഴ്ച യൂണിറ്റ് പാസ്റ്ററോട് ചോദിക്കും, അതെന്തിനാ പാസ്റ്റർ അത്രയും സമയം എടുത്ത്? ഞങ്ങളുടെ ടൈം തീർന്നെന്നറിയാൻ മേലെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എത്ര ദേഷ്യപ്പെട്ടാലും നെവർ മൈൻഡ്. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞ് എന്നോട് പരാതി പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. ഞാനിതൊക്കെ പറഞ്ഞു പഠിപ്പിച്ച സഭയെ കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാൻ പറയുക, ഒരിക്കലും അത് പാടില്ല. നമ്മൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് മുൻപോട്ട് പോകണം. പോയേ പറ്റത്തുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മളെ കരുതും. ദൈവത്തിന് സ്തോത്രം. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് ഇനിയും വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും വരാൻ ഉത്സാഹിക്കുക. ഇന്ന് മഴ പെയ്തുകൊണ്ടായിരിക്കും കുറച്ച് പേര് വന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. ശക്തന്മാരായ ദൈവദാസന്മാരെ നമുക്ക് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ ബോർഡൊക്കെ വായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. പ്രൈസ് ദി ലോർഡ്. അതിലേറ്റവും ചെറുതാണ് ഞാൻ. ഇനി വരാൻ പോകുന്നത് യോഹന്നാൻ ശാമോൻ എന്നെക്കാട്ടിലും വലിയവൻ. അവരാ ഇനിയും വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വരാതിരിക്കരുത്. മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ട് വരണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം അനുവദിച്ച കത്തുദാസന്മാർ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.